going through the topic of interference. എന്തായിരുന്നു ഇന്റർഫറൻസ് ഉള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്റർഫറൻസ് ഈസ് ഇറ്റ് എ പോസിറ്റീവ് ഫിനോമിനൻ ഓർ നെഗറ്റീവ് ഫിനോമിനൻ? ഇന്റർഫറൻസ് എന്താണ്? പോസിറ്റീവ് ഫിനോമിനൻ ആണോ നെഗറ്റീവ് ഫിനോമിനൻ ആണോ? നെഗറ്റീവ് ഫിനോമിനൻ. നെഗറ്റീവ് ഫിനോമിനൻ അല്ലേ? സോ ബേസിക്കലി ഹൗ ക്യാൻ യു ഡിഫൈൻ ഇന്റർഫറൻസ്? അല്ല, വാട്ട് ക്യാൻ യു സേ ഇൻ ജനറൽ അബൌട്ട് ഇന്റർഫറൻസ്? എന്തിനാണ് നമ്മൾ ഇന്റർഫറൻസ് എന്ന് പറയുന്നത്? Or when do we say there is interference in involute gears? എപ്പോഴാണ് ഇന്റർഫറൻസ് ഉണ്ട് എന്ന് പറയുന്നത്? എപ്പോഴാണ് പറയുന്നത്? In the addendum circle of the gears. Addendum circle of the gears എന്ന് പറയണ്ട, വളരെ സിമ്പിൾ ആയിട്ട് പറയാലോ. When two gears are in combination, tip of the tooth of one gear cuts the root of the mating gear. Root of the teeth on the mating gear. It is called as the phenomenon of interference. ഒരു mating gearലെ ടീത്തിന്റെ ടിപ്പ് when it cuts the root portion of the mating tooth, അപ്പോഴാണ് ഇന്റർഫറൻസ് ഉണ്ടാകുന്നത്. മനസ്സിലാവുന്നില്ലേ പറയുന്നത്? അല്ലെ, അതാണ് ഇന്റർഫറൻസ് അല്ലെ. ബട്ട് അനലിറ്റിക്കലി സ്പീക്കിംഗ് നമ്മൾ ഒരിക്കലും അഡെൻഡം സർക്കിൾ കട്ട്സ് ദി മറ്റേത് അങ്ങനെ പറയാൻ പാടില്ല. കാരണം ഇന്റർഫറൻസ് ഒരു ഫിനോമിനൻ ആണ്. സോ വൈൽ എക്സ്പ്ലെയിനിങ് ഇന്റർഫറൻസ് ആസ് എ ഫിനോമിന നമ്മൾ എന്ത് പറയണം? ടിപ്പ് ഓഫ് ദ ടൂത്ത് ഗോസ് ആൻഡ് അണ്ടർ കട്ട്സ് ദ റൂട്ട് പോർഷൻ ഓഫ് ദ ടൂത്ത് ഓൺ ദ മീറ്റിംഗ് ഗിയർ. മീറ്റിംഗ് ഗിയറിലെ ടൂത്ത് ആണ്, അത് സ്പെഷ്യൽ ആയിട്ട് മെൻഷൻ ചെയ്യണം. So when we express interference or we define interference as a phenomenon, നമ്മൾ ഈ വേർഡ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. ബട്ട് നേരത്തെ ആരും എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചത് ഈ എഡെൻഡം സർക്കിൾ പോയി കട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ എഡെൻഡം സർക്കിൾ അല്ലെങ്കിൽ ദോസ് ടെക്നിക്കൽ ടേംസ് കം ഓൺലി വെൻ വി ട്രൈ ടു അനലൈസ് ദി ഇന്റർഫറൻസ് യൂസിങ് അവർ ഡയഗ്രംസ് ആൻഡ് ഓൾ. അപ്പം മാത്രമേ നമുക്ക് ഈ എഡെൻഡം സർക്കിൾ, പിച്ച് സർക്കിൾ എന്ന ടേംസ് വരും. ആസ് എ ഫിനോമിനൻ there is no, within the explanation of interference as a phenomenon, there shouldn't be any such terms referring to as addendum pitch circle. അങ്ങനത്തെ ടേം ഒന്നും പാടില്ല. And that too, addendum circle അല്ലെങ്കിൽ ആ ഡെഫിനിഷൻ എപ്പോഴും വരേണ്ടത് എപ്പോഴാണ്? when we try to define interference as a limiting phenomenon. That means addendum circle പോയിട്ട് ബേസ് സർക്കിൾ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. കാരണം എന്താ, കഴിഞ്ഞ എല്ലാ എക്സ്പ്ലനേഷൻസിലും നമുക്ക് എപ്പോഴും പോയിന്റ് ഓഫ് കോൺടാക്ട്സ് കിട്ടുന്നത് when the addendum circle intersects the base circle ആണ്. See, look at this figure. This was the old addendum or the actual addendum circle for what? The pinion. അല്ലേ? It basically intersects what? The base circle of the gear. അങ്ങനെ ഇന്റർസെക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് L എന്നുള്ള പോയിന്റ് കിട്ടുന്നത്. So always addendum circle, while doing the analysis, while drawing the figures, we draw it like what? Like it is intersecting the base circle. Now, while defining interference, we increased the addendum circle radius. നമ്മൾ ഒരു പുതിയ addendum create ചെയ്തു, new addendum circle create ചെയ്തു for the pinion. അതാണ് ഇത്. ആ new addendum എങ്ങനെ കിട്ടിയത്? By increasing the radius അല്ലേ. Initial radius was this one, O1 up to L. O1 L വരെയായിരുന്നു initial distance. That particular distance അല്ലെങ്കിൽ point L is extended to the point N. And what was N? N എന്ന് പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? It was one of the point of tangency of the common tangent line. ബേസ് സർക്കിളുമായിട്ട് ഈ കോമൺ ടാൻജന്റ് ഉണ്ടാക്കുന്ന പോയിന്റ് ഓഫ് ടാൻജൻസി ആണ് M and N. സോ എമ്മും എന്നും എന്താണ്? They become the point of interference or the limiting points up to which the radius of addendum circle can be increased to its maximum. Beyond that point എന്താണ് സംഭവിക്കുക? If we increase the addendum circle radius, the phenomenon of interference occurs. ഇതാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. അതിന്റെ ഫണ്ടമെന്റൽ തിയറിയാണ് പഠിച്ചത് അല്ലേ? അപ്പം when we consider interference or just to avoid interference എന്ന കൺസെപ്റ്റ് കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? maximum length of path of contact, which is now Mn. And we devised an equation for Mn also, r plus r sin phi. So these are the maximum values of length of path of contact, which comprises of Mp and Pn, which are maximum length of approach as well as
ഹലോ. എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? ഇല്ലടാ, സാറ് ഇല്ല കട്ടായിട്ടാണ്. ഇല്ല ഇല്ല. ഹലോ. ഹലോ.
ഹലോ ഹലോ മാമ. കേൾക്കുന്നില്ലല്ലോ. പോയി പോയി. ആ ഇല്ല പോയി. ആ ആ മെസ്സേജ്
ഹലോ വോയിസ് അവിടെ ഉണ്ടോ നിങ്ങൾ? പോയോ എല്ലാവരും? ഇല്ല സാർ. ഓക്കെ 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 കം ബാക്ക്. കാണുന്നില്ലേ? ബോർഡ് കാണുന്നില്ലേ? ഓക്കെ, അത് പെട്ടെന്നൊരു പവർ ഫെയിലിയർ ഉണ്ടായിരുന്നു. So we'll continue our discussion now. As we have understood the phenomenon of interference and the technical specification by which we can understand the limiting values or the limiting distances up to which we have to increase or within which we have to restrict our addendum circle radius or the path of contact. See, the path of contact should be always coming between M and N. It shouldn't go beyond M and N. That is what we are discussing. Now, regarding the same topics, with respect to addendum circle, we have now understood what should be the maximum radius that we should keep for obtaining the addendum or the addendum circle. Or in other words, with respect to the path of contact, always path of contact should be restricted within a limit. That means it should be within M and N. Both these criteria we have understood. Now let us look into the topic of interference or the phenomenon of interference from one more point of view, which is important with regards to its derivation as well as its numerical part. So our topic in let us coin the topic as minimum number of teeth on the pinion. Minimum number of teeth on the pinion in order to avoid interference. Okay, minimum number of teeth on the pinion in order to avoid interference. Ee heading eludallarum. Minimum number of teeth on the pinion in order to avoid interference. So there might be question asking you to directly derive the equation for minimum number of teeth on the pinion in order to avoid interference. എന്താണ് ഇതിന്റെ അർത്ഥം? ഇതിന്റെ മീനിങ് എന്താ? ഇന്റർഫറൻസ് അവോയ്ഡ് ചെയ്യണമെങ്കിൽ അഡെൻഡം സർക്കിളിന്റെ റേഡിയസ് വിത്തിൻ വാട്ട് ലിമിറ്റ് ആയിരിക്കണം എന്നത് വി ഹാവ് ഓൾറെഡി അണ്ടർസ്റ്റുഡ്. അഗെയിൻ, interference avoid ചെയ്യണമെങ്കിൽ when the gears are mated together, the path of contact should be restricted within one limit. അതും നമ്മൾ മനസ്സിലാക്കി. Similarly, if you want to avoid interference, now in a new perspective, what should be the number of teeth that you should always restrict to? Okay, on the pinion. അതാണ് ഇതിന്റെ അർത്ഥം. Similarly, we should also know the minimum number of teeth that you should always keep on the gear in order to avoid interference. See, interference സംഭവിക്കുന്ന എപ്പോഴാണ്? when two gears are combined. രണ്ട് ഗിയർ കമ്പൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതിലൊരു പിനിയനും ഉണ്ടാവും, ഗിയറും ഉണ്ടാവും. സോ ഈ രണ്ട് ഗിയർ ഉണ്ടെങ്കിൽ രണ്ട് ഗിയറിന് മേലെ എന്തുണ്ടാവും? ടീത്ത് ഉണ്ടാവും. ആ ടീത്തിന്റെ ബേസിസിൽ ഇൻ ദാറ്റ് പെർസ്പെക്റ്റീവ് വി ആർ ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ടു അവോയ്ഡ് ഇന്റർഫറൻസ്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ. സോ ഇവിടെ നമ്മളുടെ മെയിൻ പോയിന്റ് ഓഫ് അട്രാക്ഷൻ എന്താന്ന് പറഞ്ഞാൽ ടു ന്യൂ അഡെൻഡം സർക്കിൾസ്. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ന്യൂ അഡെൻഡം ഓഫ് പിനിയൻ, അതാണ് നമുക്ക് വേണ്ടത്. പിന്നെന്ത് വേണം? ബേസ് സർക്കിളും പിച്ച് സർക്കിളും, ഇല്ലേ? ഇത് ന്യൂ അഡെൻഡം ഓഫ് പിനിയൻ ആണ്. ഈ ഗ്രീൻ ഡോട്ടഡ് ലൈൻ പിച്ച് സർക്കിൾ ഫോർ പിനിയൻ ആണ്. ആൻഡ് ദിസ് ബ്ലാക്ക് കർവ് ഈസ് ദ ബേസ് സർക്കിൾ ഫോർ പിനിയൻ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൽ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാണ്. സോ നൗ സ്റ്റാർട്ടിങ് ദിസ് ഡെറിവേഷൻ, what we have understood till now is based on the addendum circle concept.
So, looking at the addendum circle, what can you say about this distance O1n? ഈ O1n നെ പറ്റി നമുക്ക് എന്താണ് പറയാൻ പറ്റുക? What is O1n? എന്താണ് O1n? What is O1n? O1n എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് O1n? Radius of base circle. Radius of base circle. Addendum. Pin. പിന്നോ? O1n എന്താ? Radius of addendum circle of pinion. Radius of new addendum circle of pinion. അല്ലേ? ആക്ച്വൽ addendum ഇതായിരുന്നില്ലേ? അല്ലേ? സോ ഇപ്പം നമ്മൾ RA എന്ന് കാണിക്കേണ്ടത് ഇവിടെയല്ല, നമുക്കൊരു പുതിയ അഡെൻഡം സർക്കിൾ ഉണ്ട്. സോ ആ പുതിയ അഡെൻഡം സർക്കിളിലേക്കുള്ള റേഡിയസ് ആണ് ഇനി മുതൽ RA. സോ O1n എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് റേഡിയസ് ഓഫ് അഡെൻഡം സർക്കിൾ, അല്ലെ, ന്യൂ അഡെൻഡം സർക്കിൾ ഓഫ് പിനിയൻ. അതാണ് O1n. മനസ്സിലാവുന്നുണ്ടോ? സോ O1n നമുക്ക് മറ്റ് ടേംസിൽ ഇങ്ങനെയും പറയാം, മാക്സിമം റേഡിയസ് ഓഫ് അഡെൻഡം സർക്കിൾ, അല്ലെങ്കിൽ ലിമിറ്റിംഗ് റേഡിയസ് ഓഫ് അഡെൻഡം സർക്കിൾ, അങ്ങനെയും പറഞ്ഞൂടെ? O1n is nothing but the limiting radius of addendum circle. പറയാലോ? Sir. ഒന്നും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഐ എം ഗോയിങ് ടു ഡ്രോ ദ ഫിഗർ. ഓക്കെ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദിസ് വൺ വെരി ക്ലിയർലി. ഇനിയും ശ്രദ്ധിക്കാത്തവർ പ്ലീസ് കെയർഫുള്ളി ശ്രദ്ധിക്കുക. പിനിയൻ O1, പിനിയന്റെ സെന്റർ വരച്ചു. ഐ എം ഡ്രോയിങ് ദ ബേസ് സർക്കിൾ ഫസ്റ്റ്. പിനിയന്റെ ബേസ് സർക്കിൾ വരച്ചു. ഓക്കെ, above the base circle, dotted lines use ചെയ്തിട്ട് I am drawing the pitch circle. What is this one? Pitch circle ആണ്. Okay, and above the pitch circle I am drawing what? The actual addendum circle. പിനിയന്റെ ഇനീഷ്യൽ ആയിട്ടുണ്ടായ ആക്ച്വൽ addendum circle ആണ് വരക്കുന്നത്. Base circle, pitch circle and the actual addendum circle. Okay, now let this be the center of the second gear or the second wheel or the gear. O2 ൽ നിന്ന് ഈ പോയിന്റ് ഇവിടെ ആയിരിക്കും നമുക്ക് പിച്ച് പോയിന്റ് കിട്ടുന്നത്. സോ കറസ്പോണ്ടിംഗ്ലി വാട്ട് ഐ എം ഡ്രോയിങ് ദി പിച്ച് സർക്കിൾ. ഇവിടെ ഞാൻ പിച്ച് സർക്കിൾ വരക്കുന്നു. This is my pitch circle. If this is the pitch circle, പിന്നെയുള്ള എന്താ? You should have the base circle, അല്ലേ? This is the pitch circle for gear. കാണുന്നില്ല, വരക്കുന്ന കാണുന്നില്ല? Yes, sir. Yes, sir. Okay. Now let this be my base circle. This is the base circle for gear. And let this be my
addendum circle for gear. Let this be my addendum circle for gear. So ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി കോമൺ നോർമൽ വരക്കേണ്ട എങ്ങനെയായിരിക്കും? ബേസ് സർക്കിളിൽ ഇതിനും ടാൻജൻഷ്യൽ ആയിട്ടാണ് പോകേണ്ടത്. This is my common tangent line. Common tangent line, this is the pitch point P. This addendum of gear, this common normal intersect in the point K. Amala original path of contact start in this addendum of pinion, common normal intersect in the point L. K L. Clear alle? Is it clear? Yes, sir. Sir. Now, this is the point of tangency. A point of tangency na ഞാൻ ഇങ്ങോട്ട് സെന്ററുമായിട്ട് ജോയിൻ ചെയ്യുന്നു. This will be 90 degree. Similarly, this is the point of tangency. Base circle ആയിട്ട് tangency. അപ്പോൾ ഇത് പോയിന്റ് M ആയി, ഇത് പോയിന്റ് N ആയി. N നെ ഞാൻ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നു. This is also 90 degree. ഇത് ഫണ്ടമെന്റൽ ബേസിക് കണ്ടീഷൻ. ഇത് ആംഗിൾ ഫൈ ആണ്, ഇതും ഫൈ ആണ്. Now, ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്? I am going to increase the addendum circle radius. So, ആദ്യത്തെ addendum circle radius ഇവിടുന്ന് ഇവിടത്തേക്കായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അതായത് L-ലേക്കാണ് addendum circle radius വരുന്നത്. I am going to change that particular value and draw a new addendum circle. പുതിയ addendum circle ഞാൻ ഗ്രീനിനെ കൊണ്ട് കാണിക്കുന്നു. So, ഞാൻ എന്ത് ചെയ്യും? O1N ഇത്രയും റേഡിയസ് വെക്കും. O1N ഇത്രയും റേഡിയസ് വെച്ചിട്ട് I am drawing the new addendum circle. കാണുന്നില്ല, ഇതാണ് പുതിയ addendum circle. ആദ്യം നമ്മൾ എടുക്കുന്ന എന്തിന്റെ മിനിമം നമ്പർ ഓഫ് ടീത്ത് ഓൺ ദ പിനിയൻ അല്ലേ? സോ പിനിയൻ മാത്രം മതി. This is my new addendum circle. Okay. Now let us start. So what will be O1N? O1N എന്ന് പറഞ്ഞാൽ ന്യൂ addendum circle radius അല്ലെങ്കിൽ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് റേഡിയസ് ഫോർ addendum circle ആണ്. So O1N can be expressed as O1N is a part of the triangle O1NP. So when we consider triangle O1NP, O1N നെ നമുക്ക് എങ്ങനെ എഴുതാം? O1N എന്ന് പറഞ്ഞാൽ വൺ സൈഡ് ആണ് അല്ലെ? ഇഫ് ഒരു ട്രയാങ്കിളിന്റെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ട് എന്ന് വിചാരിക്കുക, ഒരു നോർമൽ ട്രയാങ്കിൾ ആണ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഒന്നും ആവണ്ട, ഇറ്റ്സ് എ നോർമൽ ട്രയാങ്കിൾ. എ ബി സി ആണ് മൂന്ന് സൈഡ്സ് ഓഫ് ദിസ് ട്രയാങ്കിൾ. ഹൗ ക്യാൻ യു എക്സ്പ്രസ് an equation relating the sides of this triangle? എങ്ങനെ? Suppose I can a square of one side can be expressed as what? B square plus C square minus 2BC cos of one angle. ഏത് ആംഗിൾ ആ? BCA. ഇങ്ങനെ എഴുതിക്കൂടെ? Yes, sir. A square is equal to B square plus C square minus 2BC multiplied by cosine of the angle which is opposite to A. A and opposite to E angle. Similarly, if you consider the triangle O1PN or O1NP, how can I express O1N? O1N can be expressed as what? O1P square plus PN square minus 2 O1P into PN multiplied by cos of ഏത് ആംഗിൾ ആ? ഈ ആംഗിൾ ആണ് അല്ലെ? cos of this angle ആണ്. What is this angle basically? ഈ ആംഗിൾ എന്തായിരിക്കും? എത്രയായിരിക്കും ആ ആംഗിൾ? ഇത് 90 ഡിഗ്രി ആണ്, ഇത് 5 ആണ്. സോ ഈ ആംഗിൾ O2PN എത്രയായിരിക്കും? 180 minus 90 plus 5 അല്ലേ? സോ ദിസ് വിൽ ബി 90 minus 5 അല്ലെ?
ഈ ആംഗിൾ 90 മൈനസ് 5 ആയിരിക്കും. സോ ഇത് എത്രയായിരിക്കും? ടോട്ടൽ ഒരു സ്ട്രൈറ്റ് ലൈനാണ്. സോ 180 ഡിഗ്രി മൈനസ് 180 degree minus 90 minus 5. This will be 90 plus 5. അല്ലേ? Yes, sir. 90 plus 5 Sir. So ഇതെന്താണ്? This angle is nothing but 90 plus 5. Cos 90 plus 5. കാണുന്നില്ലേ? എഴുതി കാണുന്നില്ലേ? Yes, sir. ഓക്കെ. ഇനി ഇതിനാ വാട്ട് ഈസ് O1P? O1P എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് പിച്ച് സർക്കിൾ ഓഫ് പിനിയൻ അല്ലേ? സോ ദിസ് ഈസ് R സ്ക്വയർ പ്ലസ് വാട്ട് ഈസ് PN? PN-ന്റെ നമ്മൾ നേരത്തെ ഡെറിവേഷൻസിൽ ഇഫ് യു കൺസിഡർ ദിസ് ട്രയാങ്കിൾ O2NP, ഹൗ ക്യാൻ യു എക്സ്പ്രസ് PN? PN can be expressed what? O2P sin phi അല്ലേ? O2P sin phi ആണ്. വാട്ട് ഈസ് O2P? റേഡിയസ് ഓഫ് പിച്ച് സർക്കിൾ ഓഫ് ഗിയർ ആണ്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? Okay. So this is nothing but R square sin square phi minus of what? 2 O1P small r, PN is R sin phi multiplied by cos 90 plus phi. What is basically cos 90 plus phi? Cos 90 plus phi എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് സൈൻ ഫൈ അല്ലേ? ഇവിടെ സൈൻ ഫൈ ഉണ്ട്, ഇവിടെയും സൈൻ ഫൈ വരും. സോ സൈൻ സ്ക്വയർ ഫൈ വരും. ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ വരുന്ന മൈനസും കൂടി ആവുമ്പോൾ പ്ലസ് ആവൂലേ? This becomes R square plus capital R square sin square phi minus ഉള്ള പ്ലസ് ആവും 2R into R sin square phi. I am taking R square outside as a common. 1 plus R square sin square phi divided by R square, small r square, plus what? 2R sin square phi divided by R square. അല്ലേ? സോറി, ഈ ആറും ഇവിടുത്തെ ഒരു ആറും ഈ ആറും കൂടി കട്ട് ചെയ്ത റിമൈനിങ് 6 വരും. ക്ലിയർ ആണോ? Again, let us express R square multiplied by 1 plus. ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്യും? R by R കോമൺ എടുക്കും. I am taking R by R as a common. So remaining എന്താ ഇവിടെ വരുക? R by R എടുത്ത് എന്ത് വരും? O1 സ്ക്വയർ ഇല്ല. O1 സ്റ്റാർട്ടിംഗ് O1 n സ്ക്വയർ ഉണ്ട്. റൈറ്റ് O1 n സ്ക്വയർ ഉണ്ട്. സോറി, O1 n സ്ക്വയർ ഉണ്ട്. സോ ഇവിടുന്ന് ഒരു R by R സൈൻ സ്ക്വയർ ഫൈ കോമൺ എടുത്തു കഴിഞ്ഞാൽ റിമൈനിങ് എന്തായിരിക്കും? ഇവിടെ R by R മാത്രം വരും, ഇവിടെ R by R മാത്രം വരും. പ്ലസ് ഇവിടെ എന്ത് വരും? 2. ഇങ്ങനെയല്ലേ വരുക? സോ ദിസ് ക്യാൻ അഗെയിൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത R സ്ക്വയർ പ്ലസ് 1 പ്ലസ് R by R multiplied by R by R plus 2 sin square phi. What is this one? This is O1n square. This is O1n square. Now, with 3 term ഉണ്ട്. Now, for example, let us include a few more terms. ഈ mating gears let okay, ചില ടേംസ് കൂടി ഞാൻ പറയുന്നത്. സ്മോൾ ലെറ്റർ m മൊഡ്യൂൾ ആണെന്ന് വിചാരിക്കുക. Let m be the module of the gear. അല്ലേ? മൊഡ്യൂൾ വാട്ട് വാസ് m? m എന്തായിരുന്നു? ഡയമീറ്റർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടീത്ത് അല്ലേ? d by t അല്ലേ? അല്ലേ? സോ ഡയമീറ്റർ ഓഫ് ദ പിച്ച് സർക്കിൾ ഡയമീറ്റർ അതാണ് d. d ഷുഡ് ബി ഈക്വൽ ടു t, സോറി, m into t ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ? d m into t ആണെങ്കിൽ വാട്ട് ഷുഡ് ബി r? m into t by 2 അല്ലേ? mt by 2 അല്ലേ? സോ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഇവിടെ നടത്താം. ഹെൻസ് O1n whole square is equal to what? mt by 2 whole square
multiplied by 1 plus ഇനി ഇപ്പം ഒരു ടേം ഞാൻ ഇൻക്ലൂഡ് ചെയ്തു, അത് എം ആയിരുന്നു. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് അനദർ ടേം വിച്ച് ഇസ് നോൺ ആസ് ക്യാപിറ്റൽ ജി. ജി ഇസ് നോൺ ആസ് ഗിയർ റേഷ്യോ. ജിന് ഗിയർ റേഷ്യോ എന്ന് പറയും. Gear ratio. Now, gear ratio G can be expressed as capital T by small t, which is same as capital R by small r. Ratio on where capital T is number of teeth on the bigger wheel, gear. Small t is number of teeth on the smaller wheel, pinion. Similarly, capital R is the pitch circle radius of gear. Small r is the pitch circle radius of pinion. So if you take this ratio T by T or R by R, that is nothing but G. What is G? G is the gear ratio. Okay? Clear ആണെന്നുണ്ടോ? Yes, sir. Yes, sir. So ഞാൻ ഈ R by R എന്നുള്ള മാറ്റിയിട്ട് ഞാൻ capital T by small t എന്ന് എഴുതുന്നു, multiplied by capital T by small t plus 2 multiplied by sin square phi. Clear ആണോ ഇത്രയും? Is it clear? Is this clear? Yes, sir. Okay. So what is this equation? This is equal to square of O1n. So O1n can be expressed as what? Square root of this term. ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എന്താ? ഇത് എം ടി ബൈ 2 ഹോൾ സ്ക്വയർ ആണ്. സോ എം ടി ബൈ 2 മാത്രം വരും അല്ലെ. റിമൈനിങ് പാർട്ട് വിൽ ബി വിത്തിൻ ദ സ്ക്വയർ റൂട്ട്. റിമൈനിങ് എന്താ? 1 പ്ലസ് ടി ബൈ ടി മൾട്ടിപ്ലൈഡ് ബൈ ടി ബൈ ടി പ്ലസ് 2 സൈൻ സ്ക്വയർ ഫൈ. ക്ലിയർ? So what is O1n? O1n എന്ന് പറഞ്ഞാൽ limiting radius of addendum circle. Addendum circle of pinion. Clear? ഇത്രയും ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ. ഈ ഡെറിവേഷൻ ഫുൾ ആയില്ല. നമ്മൾ വാട്ട് ആർ വി ഡിറൈവിംഗ്? വി ഹാവ് ടു ഹാവ് മിനിമം നമ്പർ ഓഫ് ടീത്ത്. ഈ മിനിമം നമ്പർ ഓഫ് ടീത്തിന്റെ ഇക്വേഷൻ ആയതുകൊണ്ടാണ് ഞാൻ റേഡിയസിന്റെ ടേം ഒക്കെ മാറ്റിയിട്ട് ഐ ഹാവ് ഇൻട്രൊഡ്യൂസ്ഡ് ദ ടേംസ് റിലേറ്റഡ് ടു ടി. സോ ഈ ഡെറിവേഷനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഫ്യൂ ടേംസ് ഉണ്ട്, ഇൻട്രൊഡക്ഷൻ ഓഫ് ടേംസ്. അതിൽ സ്മോൾ ആർ എന്താണെന്ന് അറിയണം, ക്യാപിറ്റൽ ആർ എന്താണെന്ന് അറിയണം, സ്മോൾ ടി എന്താണെന്ന് അറിയണം, ക്യാപിറ്റൽ ടി എന്താണെന്ന് അറിയണം. പിന്നെ small m which is the module, pinne phi, what is phi? Pressure angle. Capital G which is the gear ratio. ഇത്രയും ടെർമിനോളജീസ് ആദ്യം നിങ്ങൾ എഴുതി വെക്കണം ഡെറിവേഷന് മുന്നേ. മനസ്സിലാവുന്നുണ്ടോ? ഇതിലൊക്കെ അറിയാം നിങ്ങൾക്ക് ആർ എന്താണ്, ക്യാപിറ്റൽ ആർ എന്നൊക്കെ നമ്മൾ പ്രീവിയസ് ഫ്യൂ ടോപ്പിക്സ് ആയിട്ട് വി ആർ കണ്ടിന്യൂയിങ് വിത്ത് ദീസ് ടേംസ്. ന്യൂ ടേംസ് വന്ന സ്മോൾ ടിയും ക്യാപിറ്റൽ ടി ആണ്. സ്മോൾ ടി നമ്പർ ഓഫ് ടീത്ത് ഓൺ സ്മോളർ ഗിയർ വിച്ച് ഇസ് ദ പിനിയൻ. Capital T number of teeth on bigger wheel which is the gear itself. M module ആണ്, phi pressure angle ആണ്, G is the gear ratio. Okay, so we'll stop it up to here and we'll continue in the next hour. നമുക്ക് ഒരു 1 more hour I have, 6th hour എന്താണ്. സോ അതിൽ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ Okay, sir. ഞാനൊന്ന് അറ്റൻഡൻസ് എടുക്കട്ടെ എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാം.